ഹായ് ഹലോ, ഇന്ന് പഴം വെച്ച് അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 2 ഏത്തപ്പഴം ഒരു കുക്കറിനകത്ത് പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി അതിലോട്ട് 2.5 സ്പൂണ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 സ്പൂണ് പഞ്ചസാരയും അല്പം ഏലക്ക പൊടിച്ചതും 2 സ്പൂണ് മൈദയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് അല്പം എണ്ണയും കൂടെ തടവി കയ്യിലും അല്പം എണ്ണ തടവി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഉഴുന്നുവടയൊക്കെ ആക്കുന്ന പോലെ നടുവിലൊരു കുഴിയൊക്കെ ആക്കിയിട്ടാണ് വടയുടെ ആകൃതിയിൽ ഷേപ്പാക്കി എടുത്ത് ഇനി എണ്ണ ചൂടായി വന്നതിലേക്ക് ഓരോന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതല്പം തീ അല്പം കൂടിയപ്പം കണ്ടില്ലേ ബ്രൗൺ കളറായി വന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഒരു അടിപൊളി ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ പഴം വെച്ച് എപ്പോഴും ഒരേ റെസിപ്പി തന്നെ ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. അപ്പം 4 മണി ടൈമിൽ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി പലഹാരമാണ്. അങ്ങനെ ഫുള്ളായിട്ടും ഇതുപോലെ ചുട്ടെടുക്കാം. ഈ പഴത്തിൻ്റെ മധുരവും പിന്നെ എല്ലാം തേങ്ങയുടെയൊക്കെ ഫ്ലേവറും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം പഴംപൊരിയൊക്കെ കഴിച്ച് മടുത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഇതുപോലെ മുഴുവനായിട്ടും ചുട്ടെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഫുള്ളായിട്ട് ഇത് ചുട്ടെടുത്തിട്ടുണ്ട് പഴം വെച്ചുള്ള പലഹാരം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.